മറ്റു വാർത്ത ഇപ്പോൾ നൂർബിന റഷീദ് വനിതാ ലീഗിന് പ്രതിഷേധമുണ്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വേണ്ടി മാത്രമാണെന്നുള്ള ഒരു ചോദ്യചിഹ്നം വനിതാ ലീഗിന് വേണ്ടി ഞാൻ ശബ്ദിക്കുന്നു. അതിന് എങ്ങനെ കാണുന്നെന്ന് പറഞ്ഞാൽ അവർ വനിതാ ലീഗിന്റെ മുഖങ്ങളല്ല. വനിതാ ലീഗ് എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് 40 വർഷമായി അതെങ്ങനെ വളർന്നു വലുതായി എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിനും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. ഒരു കാലഘട്ടത്തിൽ വനിതാ ലീഗിന് സ്ഥാനാർത്ഥിത്വം നമ്മൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ നേതൃത്വം നൽകുന്ന മറുപടിക്കനുസരിച്ച് ഞങ്ങൾ മാറി നിൽക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, വനിതാ ലീഗിന് ഇതര രാഷ്ട്രീയ മഹിളാ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം മാതൃകയായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വനിതാ ലീഗ്. ഹരിത വിവാദം ഉണ്ടാകുന്ന സമയത്തും ഫാത്തിമ തഹ്ലിയ അടക്കമുള്ള ഈ പുതിയ തലമുറയിലെ നേതാക്കന്മാരെ തങ്ങൾ അനുകൂലിച്ചില്ല, അവരെ വിമർശിക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയാണോ ഇപ്പോഴും? എവിടെ തെറ്റ് കണ്ടാലും, എവിടെ സത്യമല്ലാന്നും നീതിയല്ലാന്നും ന്യായം കണ്ടാലും സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ്. അതെന്റെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനറിയാം. ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത പാണക്കാട് മർഹൂം സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, എല്ലാവർക്കും ഈ വനിതാ ലീഗിനെ എങ്ങനെ വളർത്തിക്കൊണ്ടെന്നും എന്താണ് വനിതാ ലീഗിന്റെ നയമെന്നും തീർത്തും ബോധ്യമാണ്. ഇന്നലെ പറഞ്ഞതിൽ കൂടുതൽ ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഫാത്തിമ തഹ്ലിയ എന്നൊരു വ്യക്തിയല്ല ഞങ്ങൾ പറയുന്നത്. വനിതാ ലീഗ് എന്ന സംഘടനയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. വനിതാ ലീഗിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്റെ വനിതാ ലീഗ് അംഗങ്ങൾ പാവങ്ങളാണ്. അവർക്ക് പലപ്പോഴും അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. അല്ലപാട് അന്ന് ഈ ഹരിത വിവാദം വന്നപ്പോൾ എന്തുകൊണ്ടായിരുന്നു അന്ന് ഈ വനിതാ ലീഗിന് അല്ലെങ്കിൽ താങ്കൾക്കടക്കം എതിർക്കേണ്ടി? ഈ ഹരിത വിവാദം എന്ന് പറയുന്നത് ഞാനൊരാളല്ലല്ലോ, പൊതുസമൂഹത്തിനറിയാം, പാർട്ടി നേതൃത്വത്തിനറിയാം, എല്ലാവർക്കും അറിയാലോ. എവിടെയാണ് തെറ്റ് ശരി എന്നുള്ളത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ എന്ന വ്യക്തി അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കാന്ന് വിചാരിക്കേണ്ട. പാർട്ടി നേതൃത്വത്തിനറിയാം. ഈ ഹൈദരലി ശിഹാബ് തങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ലീഗിന്റെ നേതൃത്വത്തിൽ സാദിഖ് അലി തങ്ങളുടെ തീരുമാനം തെറ്റാണെന്നാണ് പറയുന്നത്. സാദിഖ് അലി തങ്ങളെയും അങ്ങേയറ്റം അംഗീകരിക്കുന്നു. പക്ഷേ എന്താ കാരണം ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞ 2 തങ്ങന്മാരുമായിട്ട് ഞാൻ പാർട്ടിയുടെ വനിതാ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ വളരെയധികം ഇടപഴകി വരുന്നത്. ഇപ്പൊ ഞാൻ ദേശീയ തലത്തിലാണല്ലോ. സാദിഖ് അലി തങ്ങളുമായിട്ട് അധികം ഇടപെടണം. പക്ഷെ എന്നാലും പറയേണ്ട കാര്യങ്ങളൊക്കെ തങ്ങളടുത്ത് ബോധ്യപ്പെടുത്താറുണ്ട്. തങ്ങൾ അല്ല, സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതാണ് പോഷക സംഘടനകൾ ഒരു ആശയവിനിമയം നടത്താറുണ്ട്. ഈ വനിതാ ലീഗുമായിട്ട് അങ്ങനെ നിങ്ങൾ സംസ്ഥാന വനിതാ ലീഗിന്റെ ആൾക്കാരോടും കൂടി ചോദിക്കും. അല്ല, അവർ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല, അറിയുമോ? ഐ റിസീവ്ഡ് ഓൾ മൈ കമന്റ്സ്. ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരു മീഡിയയിലുള്ള വളർച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതല്ല എന്റെ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്. ഈ 40-40 കൊല്ലം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നത്. ലീഗിൽ ഉണ്ടാകുന്നു എന്നതാണ് MS അനീഷ് കുമാർ ചേരുക. അനീഷ്, ഇപ്പോൾ നമുക്കറിയാം വനിതകൾക്ക് പ്രാതിനിധ്യമുണ്ട് ലീഗ് പട്ടികയിൽ. പക്ഷേ സീറ്റ് നൽകിയ വനിതകൾ ഫാത്തിമ തഹ്ലിയ അടക്കം വനിതാ ലീഗിന്റെ ഭാഗമല്ല എന്നാണ് നൂർബിനയുടെ വിമർശനം. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരമൊരു വിമർശനമാണ് നൂർബിനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ചരിത്രത്തിലൊന്നുമില്ലാത്ത വിധം 2 സ്ത്രീകളെ നിർത്തി എന്നതടക്കം അവകാശവാദങ്ങളുമായി ഒരു വശത്ത് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുമ്പോഴാണ് വനിതാ ലീഗ് എന്ന സംഘടനയ്ക്ക് ഒരു തരത്തിലുമുള്ള ഒരു പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയില്ല എന്ന വിമർശനം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളുണ്ട്. മറ്റ് വനിതാ സംഘടനകൾക്കൊക്കെ ഒരു പരിഗണന നൽകുമ്പോൾ ആ അർഹമായ പരിഗണന വനിതാ ലീഗിന് നൽകിയില്ല എന്ന കൃത്യമായ വിമർശനമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ലീഗിൽ തലമുറ മാറ്റം വരുന്നു, പുതിയ MLA-മാർക്കൊക്കെ അവസരം നൽകുന്നു, അല്ലെങ്കിൽ യുവാക്കൾക്ക് മത്സരിക്കാൻ അവസരം നൽകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ തലമുറ മാറ്റം എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ബാധകമാവുന്നില്ല? അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ MLA ആയിരുന്നവർ, പതിറ്റാണ്ടുകളായി MLA ആയിരുന്നവരൊക്കെ ഇപ്പോഴും മത്സരരംഗത്ത് തുടരുമ്പോൾ എന്തുകൊണ്ടാണ് വനിതകൾക്ക് മാത്രം ഇത്തരം ഒരു തലമുറ മാറ്റം എന്ന കൃത്യമായ ചോദ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ ഈ ഹരിത വിവാദവും മറ്റുമൊക്കെ വന്നപ്പോൾ ഫാത്തിമ തഹ്ലിയ അടക്കമുള്ളവരെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ അവരോട് വിയോജിപ്പ് പ്രകടമാക്കിയ ആൾ കൂടിയാണ് നൂർബിന റഷീദ്. ഇപ്പോഴും ആ ഒരു നിലപാട് തന്നെ ആയിരുന്നു തന്റെ എന്ന് പറയുന്നു. പക്ഷേ എന്താണ് ഈ ഹരിത വിവാദം ഉയർത്തിയ നേതാക്കൾക്ക് വന്ന തെറ്റ് എന്ന് അവർ ഇപ്പോൾ പറയാൻ, അല്ലെങ്കിൽ താൻ അതിപ്പോൾ പറയാൻ തയ്യാറാവുന്നില്ല എന്ന് കൃത്യമായി പറയുന്നു. അതായത് ഫാത്തിമ തഹ്ലിയയുടെ അടക്കമുള്ള സ്ഥാനാർത്ഥിത്വം അത് വനിതാ ലീഗിന് നൽകിയ ഒരു സീറ്റ്, അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഒരു പരിഗണന എന്ന രീതിയിൽ ഒരിടത്തും വിശദീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ്
ആവശ്യപ്പെട്ടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പതിവില്ലാത്ത ശബ്ദങ്ങളാണ് മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പോയിരുന്നത്. ഈ ഒരു ആശങ്ക പാർട്ടിയെ അറിയിക്കും എന്ന് വനിതാ ലീഗിന്റെ ദേശീയ തലത്തിൽ നേതാവായ നൂർബിന റഷീദ് പറയുകയാണ്. നമുക്കറിയാം നേരത്തെയൊക്കെ താനൂർ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ചില പ്രതിഷേധങ്ങൾ അറിയിച്ച പശ്ചാത്തലം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മുസ്ലിം ലീഗിൽ വലിയ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. തിരുരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് താനൂർ മുൻ MLA കൂടിയായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രതിഷേധം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.